സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമുണ്ടായപ്പോഴും മൂന്നാം ബദലിനെ ജനങ്ങൾ പിന്തുണക്കുന്നതിന്റെ സൂചനയാണ് 3 മണ്ഡലങ്ങളിലെ ബി.ജെ.പി. വിജയമെന്ന് പറയുകയാണ് കെ സുരേന്ദ്രൻ. ക്രിയാത്മക പ്രതിപക്ഷമായി സഭയിൽ ബി.ജെ.പി. ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. മഞ്ചേശ്വരത്ത് CPIM ക്രോസ് വോട്ട് ചെയ്തു. പകുതിയോളം വോട്ടുകൾ മറിച്ചു നൽകിയുള്ള രാഷ്ട്രീയത്തെ ജനം തിരിച്ചറിയും. ജയപരാജയങ്ങൾക്കപ്പുറത്തെന്നും മഞ്ചേശ്വരത്തെ വോട്ടർമാർക്കൊപ്പമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. കേരളത്തിലൊരു മൂന്നാം ബദൽ ഉണ്ടാകുമെന്ന് തുടർച്ചയായി ആവർത്തിച്ചൊരു നേതാവാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കൾ പലപ്പോഴായി പറഞ്ഞ കാര്യമാണ് ഒരു മൂന്നാം ബദൽ, മൂന്നാം ശക്തിയായി NDA BJP ഉണ്ടാകുമെന്ന്. ഇത്തവണ 3 പേർ നിയമസഭയിലേക്ക് എത്തുന്നത് 2 പ്രമുഖരാണ്. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? 3 പേരും പ്രമുഖരാണ്. 2 കേന്ദ്രമന്ത്രിമാർ, ഒരാൾ പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന ആൾ, ഒരാൾ IT മന്ത്രിയായിരുന്ന ആൾ. ഗോപകുമാർ സാറാണെങ്കിൽ നല്ല അനുഭവ സമ്പത്തുള്ള പൊതുപ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ 3 പേരും ജയിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ടാകും. പ്രതിപക്ഷവും തിരുത്തൽ ശക്തിയുമായിട്ട് BJP ഉണ്ടാവും. ഉറപ്പല്ലേ? നല്ല ഒരു പ്രതിപക്ഷമായിരിക്കും. 3 പേര് ഒരു 30 പേർക്ക് വീതമുണ്ട് ഓരോ ആളും. മുൻ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് 745 എന്നൊരു ഫിഗറായിരുന്നു. പക്ഷേ ഇത്തവണ അത് മാറി വലിയൊരു മാർജിനിലേക്ക് മാറുന്നു. അതിനൊരു സാഹചര്യമൊക്കെ ഉണ്ട്, പശ്ചാത്തലമുണ്ട്, വോട്ട് കൊഴിഞ്ഞു പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് BJP ഇപ്പോൾ ഈ ഒരു സമയത്തുള്ള വിലയിരുത്തലുണ്ട്? അല്ല, ഞാൻ പറഞ്ഞാൽ 20,000 വോട്ട് LDFിൻ്റെ ഒറ്റയടിക്ക് മറിയുന്നു. 15,000 വോട്ട് SCRൽ പോയി. പിന്നെ സാമുദായിക ഏകീകരണത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ബാഹ്യശക്തികൾ എല്ലാവരും ചേർന്ന് നടത്തി. ഈ 3 കാരണങ്ങളാണ്. അല്ലാതെ BJPക്ക് ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. നിങ്ങളിപ്പോൾ 65,000 വോട്ട് കഴിഞ്ഞ തവണ കിട്ടി. അതിൽ നിന്ന് 68,000 15,000 കുറച്ചിട്ട് വേണം ഇത്തവണ കൂട്ടാൻ. അല്ലാതെ ഈ 10-15,000 വോട്ട് പോയിരിക്കുന്നു. അത് ഒരു റിയാലിറ്റിയാണ്, എല്ലാവർക്കും അറിയാം. SIRന് ശേഷം അതായത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും CPM പർപ്പസ്ഫുള്ളി വോട്ട് മറിച്ചു എന്നുള്ളൊരു ആരോപണം തന്നെയാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും വോട്ട് എങ്ങനെ. ഞാൻ ഇവിടെ ഇപ്പം വലിയ തരംഗം ഉണ്ടായ പയ്യന്നൂർ, തളിപ്പറമ്പ് അടക്കം നിങ്ങൾ നോക്കിയാൽ അവിടെ ഒന്നും 50% CPM വോട്ട് പോയിട്ടേ ഇല്ലല്ലോ. ഒറ്റയടിക്ക് 50% വോട്ട് പോവാണ്. അല്ല, എൻ്റെ സംശയം ഇതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജയാനന്ദയുടെ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ പോലും 19 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇങ്ങനെ സംഭവിച്ചു എന്നവരാണ് പറയേണ്ടത്. നല്ല നിലയിൽ വോട്ട് മറിച്ചിട്ട് സാധാരണ ഒരു 2,000 വോട്ട് മറിക്കുന്ന പതിവുണ്ട്. ഇത് കയ്യിലുള്ള വോട്ട് മുഴുവൻ മറിക്കുക എന്ന് പറയുന്നത് എനിക്ക് മഞ്ചേശ്വരത്ത് തുടരാൻ. അല്ല, മഞ്ചേശ്വരത്ത് ഞാൻ 25 കൊല്ലമായിട്ട് ഉള്ള ആളല്ലേ. അപ്പോൾ എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു, 2 തെരഞ്ഞെടുപ്പ് തോറ്റു, അല്ലെങ്കിൽ 3 തെരഞ്ഞെടുപ്പ് തോറ്റു, അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ലെന്ന്. എനിക്കിവിടെ മഞ്ചേശ്വരത്തുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാനുണ്ട് എപ്പോഴും 24/7. അങ്ങനെ തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ ജയപരാജയമല്ല, താൻ എപ്പോഴും മഞ്ചേശ്വരത്തുകാർക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. CPM അവരുടെ പോക്കറ്റിലുണ്ടായിരുന്ന 50% വോട്ടുകൾ ഇത്തവണ മറിച്ചു എന്ന ഒരു ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു. ക്യാമറമാൻ വിനോദ് മേലക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.